ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ പോവുകയാണ്. അപ്പോൾ ബസ്സിലാണ് യാത്ര, ബൈക്ക് എടുത്തില്ല. അങ്ങനെ കുറെ കരട്ട് പിറവി കരിമ്പ് ജ്യൂസ് വേണം പറയണേ. പോകുന്ന വഴിക്ക് അതും മേടിച്ചു കൊടുത്തിട്ടോ ആൾക്ക്. അങ്ങനെ വീണ്ടും ബസ് കയറി അണിക്കോട് നിന്ന് പാലക്കാട് ബസ് കയറിട്ടോ. അങ്ങനെ ബസ്സിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ യാത്ര മധ്യേ. അങ്ങനെ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് പാലക്കാട് എത്തിയപ്പോഴത്തേക്കും ഇനിയുള്ള യാത്ര ഫുഡ് കഴിച്ചിട്ടാവാൻ തീരുമാനിച്ചിട്ടോ. അങ്ങനെ മലബാർ റെസ്റ്റോറൻറ്റിൽ കയറിട്ടോ, കോട്ടയം മൈതാനത്തുള്ള. അങ്ങനെ ഫുഡിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ അല്ലു ഫുഡ് കേട്ടേണ്ട് കാത്തിരുന്ന ഫുഡ് വന്നപ്പോഴത്തേക്കും അല്ലു കഴിച്ചു തുടങ്ങി. അവിടെ നിന്ന് കഴിച്ചധികം വൈകാതെ ഇറങ്ങി കേട്ടോ. അങ്ങനെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് മലമ്പുഴക്കുള്ള ബസ് കയറിട്ടോ. 18 രൂപയാണ് ടിക്കറ്റ്. നേരെ മലമ്പുഴ എത്തിയപ്പോഴത്തേക്കും നമ്മൾ സ്നേക്ക് പാർക്കിൽ പോകാൻ തീരുമാനിച്ചിട്ടോ. അവിടെയും ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപ കേട്ടോ. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കണ്ടുള്ളൂ. അങ്ങനെ അവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു ബോർഡിനകത്ത് പാമ്പുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം വായിച്ചു നോക്കി. അതിന് ശേഷം പിന്നെ പാമ്പുകളെ കാണാൻ പോയി. ആദ്യമേ മൂർഖൻ കണ്ടിട്ടുണ്ട്, മൂർഖൻ. പിന്നെ അതിന് ശേഷം അണലി, അങ്ങനെ കുറേ പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും കണ്ടു അതെല്ലാം പെട്ടു. അല്ലുവിനെ കാണിച്ചു കൊടുത്തു. പാമ്പുകളും അതിൻ്റെ പേരുകളും അതിൻ്റെ പ്രത്യേകത തന്നെ അതിന് എത്ര മുട്ടയിടും ഒരു സീസണിൽ, അങ്ങനെ എല്ലാം വേണ്ട ഡീറ്റെയിൽസ് മൊത്തം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഒരു പെരുമ്പാമ്പിനെ കാണിച്ചു കൊടുത്തല്ലുണ്ട്. അല്ലുവിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അല്ലു പേടിക്കുമെന്ന്, പക്ഷെ അല്ലു ഈസിയായി കണ്ടു കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പെരുമ്പാമ്പാണത്. എന്താ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് സൂം ചെയ്ത് കാണിച്ച ഫേസ് അത്യാവശ്യം നല്ല ഉറക്കത്തിലാണോ അറിയത്തില്ല, എങ്കിലും കിടത്തണം. അങ്ങനെ അവിടെ അത്യാവശ്യം ഒരുപാട് പാമ്പുകളെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അല്ലു ഞങ്ങൾ ഓടി ഓരോ സ്ഥലം കാണാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നമുക്കൊരു അടിപൊളി സാധനത്തെ കാണാൻ പറ്റുള്ളൂ. സാധനം കണ്ടു നോക്കിയേ, ഇതാണ് മുതല. കണ്ടിട്ടുണ്ടോലും അങ്ങനെ മുതലേ അവിടെ കാണട്ടോ. അതിനകത്ത് നിറയെ മീനും വളരുന്നുണ്ട് കേട്ടോ കൊടുത്ത്. പിന്നെ വീണ്ടും കുറച്ച് പാമ്പുകളുടെ കയ്യിലോട്ട് പോയിട്ടോ. അതെല്ലാം പിന്നെ വിഷമില്ലാത്ത പാമ്പുകളെന്ന് തോന്നുന്നു. അവിടെ അല്ല, അവിടെയും പെരുമ്പാമ്പുകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുറച്ച് പെരുമ്പാമ്പുകൾ, അതുപോലെ തന്നെ അണ്ണാലിയൊക്കെ ഉണ്ട്. ഇവൻ ആശന അനക്കം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ ഉറക്കുവാണെങ്കിൽ പിന്നെ ഇവൻ കുറച്ച് അനക്കത്തിലാണ്. പിന്നെ അല്ലുവിനെ കൂളായിട്ടില്ല ഓരോ നടന്ന് കണ്ടവള് ഇവിടെ പെരുമ്പാമ്പിൻ്റെ ചാകര ഒന്നും പറയാനില്ല. ഒരു മരക്കൊമ്പിൽ ടാറ്റുവിനെ പോലെ കിടക്കുന്നു കുറേ കേട്ടോ. എണ്ണാൻ പറ്റുന്നില്ല, അത്രമാത്രം അതിനകത്ത് ഉണ്ടായിരുന്നേ. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കുന്ന കടയൊക്കെ കൊണ്ടിടുന്നു. ഓക്കെ, പിന്നെയും കുറേ പാമ്പുകളെ പറ്റി അവിടെ കാണാൻ പറ്റും. കിങ് കോബ്ര, വെറുതെ എല്ലാം കിങ് എന്ന് എസ് റൂമിലെ കിടത്തവൻ രാജാവിൻ്റെ പ്രൗഢ ഗംഭീരോടുകൂടി അവിടെ നല്ല വിശാലമായ റെസ്റ്റ് എടുക്കുകയാണ് ആശാൻ. ഇത് അട്ടിപ്പൊളി 2-3 ഉണ്ട് അവിടെ. ഒരു കൂട്ടിൽ 2 മറ്റേ കൂട്ടിൽ 2 അട്ടിപ്പൊളിയൊക്കെ ഉണ്ടാ. പിന്നെ ഇവിടെ എന്താ കൂടൊക്കെ വെച്ച് സെറ്റാക്കി നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കാണുന്നത് 2 ആശാന്മാർ എണ്ണ ചേർന്ന് കിടക്കുന്നു അടിപൊളിയായിട്ട്. കുളത്തിലെ നീർക്കോലി മുതൽ കാട്ടിലെ രാജവമ്പല വരെ അവിടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടുത്തെ മതിലുകളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അറിയോ, ഓരോ പാമ്പ് കടിയേറ്റിലും അതെങ്ങനെ തിരിച്ചറിയാമെന്നും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അവയർനെസ് ആണത്. അതെല്ലാം കണ്ട് പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നേരെ ഡാം ലക്ഷ്യമാക്കി നടന്നേ. ഡാമിനകത്ത് പ്രവേശിക്കുന്ന എൻട്രി ഫീസ് ഉണ്ട്. അങ്ങനെ പാസ് എടുക്കണം. അപ്പോൾ പാസ് എടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അഡൽറ്റിന് 25 രൂപയും അങ്ങനെ കുട്ടികൾക്ക് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ സാധാ ക്യാമറയ്ക്ക് 100 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപയൊക്കെ ഫീസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തോട്ട് നല്ല അത്യാവശ്യം നല്ല പച്ചപ്പാട്ടൊന്ന്, കാരണം ഓഫ് സീസൺ ആണെങ്കിൽ പോലും നല്ല പച്ചപ്പ്, നല്ല അടിപൊളിയായ സെറ്റപ്പാണ് കാണാൻ. കയറിയ പടെ നമുക്കൊരു ടോയ് ട്രെയിൻ കാണാവേ. ഇപ്പോൾ ഈ ട്രെയിൻ ഓടുന്നെങ്കിലും പണ്ട് ഓടിക്കൊണ്ടിരുന്ന കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഉദ്യാനത്തിനകത്തൊരു മൊത്തം ചുറ്റി കാണിക്കാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ട്രെയിനാണ്. ഇപ്പോൾ അത് കട്ടപ്പുറത്താണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് വീണ്ടും അകത്തോട്ട് കയറി നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിച്ചില്ല, നേരെ ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നു. അങ്ങനെ ഒരു തണുപ്പ് കയറി പിടിച്ചിട്ട് ആദ്യമേ കുറച്ച് ഇരുന്ന ശേഷം വീണ്ടും നടക്കാൻ വിചാരിച്ചു. അപ്പോൾ കയറിയപ്പോഴേ അത്തുകുട്ടനാക്കി ഇട്ടിട്ടായിരുന്നു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ അകത്തന്നെ വെള്ളം കുടിക്കാനായിട്ടും ഓരോ സ്നാക്സ് കഴിക്കാനൊക്കെ ആയിട്ടും മിൽമയുടെ ഓരോ ഔട്ട്ലെറ്റുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ മുന്നോട്ട് നടന്നുട്ടാ. സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇതിൻ്റെ സീസണാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കുന്നുണ്ട്. ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റായിരിക്കും കാണാൻ വേണ്ടി. ഇപ്പോഴും അത്യാവശ്യം കൊള്ളാമായിരുന്നു. കാരണം ഒരു നല്ല സീസൺ കഴിഞ്ഞതിൻ്റെ, അതുപോലെ തന്നെ ഒരു ഫ്ലവർ ഷോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അകത്ത് കയറിയപ്പോൾ കുറേ നല്ല പൂക്കളും, അതുപോലെ തന്നെ റോപ്പ് വേ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും, റോപ്പ് വേ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം അല്ലു അതൊക്കെ കണ്ടിങ്ങനെ മടങ്ങി വരുന്നുണ്ട്. അതിന് മുകളിൽ കയറി വീഴാനുള്ള പണിയൊക്കെ കാണിച്ചു. അങ്ങനെ എന്നോട് കുറേ നേരം കളിച്ച് നടന്നിട്ട് അല്ലു. അപ്പോൾ അങ്ങനെ അത്തുകൊട്ടൊരു തണുപ്പത്ത് വീണ്ടും കയറിയിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്നാക്സും വെള്ളമൊക്കെ വേണ്ട പോലെ കൈ കരുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ പൂക്കളൊക്കെ അത്യാവശ്യം ഗംഭീരമായിട്ട് കാണാൻ കുഞ്ഞു പല ഡിഫറെൻറ്റ് കളേഴ്സ് പൂക്കളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പലരുടെ വീട്ടിലും കാണുമായിരിക്കും. എങ്കിലും ഇപ്പോൾ ഇതേ കണ്ടോളൂ, അടിപൊളിയായിട്ടുണ്ട് പൂക്കളൊക്കെ. അങ്ങനെ ആ മല വരെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സെറ്റാണ് ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ. അങ്ങനെ ഗംഭീരം കേട്ടോ. ഒരു ആൾക്കാരാൻ തോന്നുമെങ്കിൽ പോലും ആളല്ല, ഒരു ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം കേട്ടോ.
ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈക്കോല് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ കാണിക്കാനുള്ളൊരു പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തൂക്കുപാലത്തിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഒരു മിൽമ പോയിന്റ് കണ്ടു കേട്ടോ, നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ പോയിൻ്റൊക്കെ ഉള്ളത്. അങ്ങനെ ഡാമിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നു. അങ്ങനെ തൂക്കുപാലം, അവിടെ ഒരു ബോർഡും CCTV ക്യാമറയൊക്കെ കണ്ടിട്ട് ആ ഭാഗത്തോടെ നടന്നു. തൂക്കുപാലം നല്ല സ്ട്രോങ് ആണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള. താഴെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം മീനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ പ്രവീം അല്ലു അതൊക്കെ കണ്ടു നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാമിൻ്റെ ഒരു കാഴ്ച അടിപൊളിയായിട്ടുണ്ട് അവിടെ നിന്ന് കാണുമ്പോൾ. അങ്ങനെ വെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഡാമിനകത്തും വെള്ളം കുറവായിരിക്കും. അങ്ങനെ കുറേയേറെ ഫ്രണ്ട്സൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. എന്താ ബോട്ടിങ് നടക്കുന്ന ഏരിയയാണത്. അപ്പോൾ ഡാമിൻ്റെ 2 എൻഡിലായിട്ട് 2 ആനയുടെ ചിഹ്നം. അപ്പോൾ അതിൽ കൂടി മാത്രം വെള്ളം ഒറ്റുന്നുണ്ട്, ബാക്കി എവിടെയും വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇത് താഴെയൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തൂക്കുപാലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി നേരെ ഇനി പോകേണ്ടത് എങ്ങോട്ടാന്ന് നോക്കിയിട്ട് ഒരു ഡയറക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളത് യക്ഷി പാർക്ക്, ബോട്ടിങ്, അപ്പോൾ ഡാം ടോപ്പ്. അപ്പോൾ എങ്ങോട്ടാണ് നേരെ കേട്ടോ. അപ്പോൾ അത്തുക്കുട്ടനേക്കാൾ ഭയങ്കര ഉഷാറായി നോക്കിയിട്ട് ഇതാണ് മലമ്പുഴ യക്ഷി എന്നറിയപ്പെടുന്നത് കേട്ടോ. കാനായി കുഞ്ഞിരാമൻ്റെ ഒരു കലവരിതാണത്. അവിടെ നേരെ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോയാൽ ബോട്ടിങ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ബോട്ടൊക്കെ കാണിക്കാൻ വിചാരിച്ചപ്പോൾ ഒരു ടീം യാത്ര തിരിച്ചിട്ടുണ്ട് ബോട്ടിൽ. അധികം പേരൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫീസും മറ്റ് സ്ട്രക്ചറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതൊരു പഴയൊരു ബോട്ടിങ്ങിൻ്റെ പാലമാണ്, അതൊക്കെ തകർന്ന് ഇല്ലാതായിരിക്കുകയാണ്. എങ്കിലും മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു അവസ്ഥയാണിപ്പോൾ. കുഴപ്പമില്ല, കണ്ട് ഇരിക്കാനേ ഉള്ളൂ. അങ്ങനെ വേറെ ബ്രിഡ്ജൊക്കെ വന്നുകൊണ്ട് അപ്പോൾ അത് വലിയ മെയിൻറ്റെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ ആശായിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് അവിടെ. ആയിക്കോട്ടെ, വെരി ഗുഡ്. പിന്നെ അല്ലു അത് മീനെ കണ്ടെന്ന് പറഞ്ഞവിടെ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഇലയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല, അതിൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ അത്തുക്കുട്ടനെ കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും നടന്നു കേട്ടോ. അങ്ങനെ മുന്നോട്ട് ടോപ്പിലോട്ട് പോകാനുള്ളൊരു യാത്രയാണത്, ഡാം ടോപ്പിലേക്ക്. അടിപൊളി, അത്തുക്കുട്ടനാൾ ഉഷാറായി കണ്ടിട്ടാ. പിന്നെ ഈ കാന കുഞ്ഞിരാമൻ്റെ ഈ ശില്പത്തോട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പാലക്കാട് രൂപപ്പെട്ടു കേട്ടോ. അതായത് ഇത് പൊളിച്ച് മാറ്റണമെന്നും അല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ത്രീ സംഘടനകളൊക്കെ അതിന് സമരമൊക്കെ ഉണ്ടായിരുന്നു. KSEBിയുടെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ഉണ്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്നെല്ലാം കണ്ട് നടന്ന് മുന്നോട്ട് പോയി. ഇതാണ് കേട്ടോ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വരുന്ന വെള്ളങ്ങൾ, അതുപോലത്തെ കനാലിലേക്കുള്ള വെള്ളങ്ങളൊക്കെ വരുന്നതാണ് വഴി. അപ്പോൾ ഇതുവഴിയാണ് മെയിനായിട്ട് പാടങ്ങൾക്ക് വെള്ളങ്ങൾ എത്തുന്നത് കേട്ടോ ഇതുവഴി. അപ്പോൾ ഈ സ്പിൽവേ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കഴിഞ്ഞ 1 മാസത്തോളം ത്രൂ ഔട്ട് വെള്ളം ഇവിടെ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നല്ല വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്തിട്ടുണ്ട് അതുവഴി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ആ റോപ്പ് വേയുടെ ടേണിംഗ് പോയിന്റ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും നമുക്ക് വാട്ടർ പോയിന്റ് കാണാൻ പറ്റും, വെള്ളം കുടിക്കാനും സ്നാക്സ് മേടിക്കാനൊക്കെ. അങ്ങനെ അമ്മ ഇനി മലമ്പുഴ കാണണമെന്ന് പറയോ? അല്ലു പറയോ? പറയും, അല്ലു പിന്നെ എപ്പോഴും അങ്ങനെ പറയുള്ളൂ. നല്ല ഉയരത്തിലുള്ള ലൈറ്റ് പോയിന്റും അതുപോലെ തന്നെ അതെ നമ്മുടെ കാറ്റാടി യന്ത്രമൊക്കെ കാണാൻ പറ്റും. രണ്ടും പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ. നല്ല വരണ്ട കാലാവസ്ഥ. അപ്പോൾ എന്തൊക്കെയൊരു മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മുന്നറിയിപ്പല്ല, അവിടെ ഒരു മോട്ടിവേഷൻ ടോക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ. അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഡാമിന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ അല്ലുവത്തും വന്നു ഡാമിന് മുകളിലോട്ട് പ്രവി കയറി ക്ഷീണിച്ചിട്ട് ആ ബാക്ക് വശം കണ്ടാൽ അറിയാൻ പറ്റും എത്രമാത്രം ദൂരം ഉണ്ടെന്ന്. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കയറി പോകാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പാണ് അതിനകത്ത്. ഈ മുകളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രവി ക്ഷീണിച്ച് മുകളിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പണ്ട് നേരത്തെ അറ്റം വരെ പോകാൻ പറ്റും, ഇപ്പം അങ്ങോട്ടില്ല. ഇതേ അടിപൊളി, വെള്ളം നല്ല തീരെ കുറവുണ്ട്, പറ്റ മോശം അവസ്ഥയാണെന്ന് തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒരു കുറവ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ, അതിന് ചൂടിൻ്റെ ചെറിയൊരു കാഠിന്യം കാര്യമില്ല. അടിപൊളി. ഇത് 2 പേര് മീൻ പിടിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു പൊട്ട് പോലെ കാണുന്ന ഒരാൾ ട്യൂബിട്ട് മീൻ പിടിക്കാൻ കേട്ടോ. ഇത് ഇവിടെ നിന്ന് നമുക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമാട്ടോ. അത് ഡാമിൻ്റെ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് അടിപൊളി ഇരുമ്പ് ദണ്ട് കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അതിനെ കയറി നിൽക്കാൻ പറ്റും, ഒരു കൈവരി പോലെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നോക്കാൻ നല്ല അടിപൊളി കാഴ്ചയാണ്. ഫുൾ വെള്ളമുള്ള സമയത്ത് കയറാൻ അടിപൊളിയായിക്കട്ടെ. അവിടെ അത്യാവശ്യം നല്ല ഭയം തോന്നുന്നു അവിടെ നിൽക്കുമ്പോൾ. നല്ല കാറ്റാണ് ഡാമിൻ്റെ മുകളിൽ കേട്ടോ, സൂപ്പർ കാറ്റാണ്, നല്ലൊരു ക്ലൈമറ്റും ഉണ്ട്. ഒരു മഴക്കാരൊക്കെ അവിടെ മൂടി നിൽക്കണമെങ്കിൽ പോലും മഴയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഇനി പിന്നീട് എന്താണെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളത് മുന്നോട്ട് അല്ലുക്കുട്ടി ഇതാണ് കേട്ടോ KSEBിയുടെ നമ്മൾ താഴെ കണ്ട സംഭവം. അവരുടെ ഓഫീസ് പോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമൊക്കെ അവിടെ കേട്ടോ. ഇവിടെ നമുക്ക് പാർക്കെല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ടാകും, ഗാർഡനൊക്കെ സൂപ്പറായിട്ട് കാണാൻ. അത്തുക്കുട്ടൻ സൂപ്പർ. നമുക്കങ്ങനെ സ്പിൽവേ കാണാം, മെയിൻ 4 സ്പിൽവേ ഉണ്ട് ഇവിടെ. വെള്ളം ഷട്ടർ, ആ ഷട്ടറിൻ്റെ സംഭവമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അടിപൊളി ഗംഭീര ഷട്ടർ കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ വന്നാൽ ഷട്ടറൊക്കെ തുളുമ്പി പോകുന്ന കാണാം വെള്ളം. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് വന്നപ്പോൾ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സെറ്റ്
ഇങ്ങനെ പ്രവിയൊക്കെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ മുന്നോട്ട് നടന്നു. 4 ഷട്ടറും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയായിരുന്നു. അത്യാവശ്യം ഇവിടെ നിന്ന് കാണാൻ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഡാമിൻ്റെ ഉദ്യാനം ഇതാണ് കാണേണ്ട ഏരിയ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമ്മുടെ സീസൺ ടൈം. ഇപ്പോൾ ഒരു ഓഫീസറായതുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്രെയിൻ കേട്ടോ. ആ ഷട്ടർ പൊക്കാനുള്ള മെയിൻ ക്രെയിനാണ് ഇത്. മുകളിൽ കിടന്ന് ആടിക്കളിക്കുന്നത് കാണുമ്പോൾ ചങ്കെടുപ്പായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. സംഭവം സ്ട്രോങ് ആണ്, ഉഷാറാണെന്ന് മനസ്സിലായി. അടിപൊളി. ഈ സാധനമാണ് അത് മൊത്തം ലിഫ്റ്റ് ചെയ്യണം കേട്ടോ. സംഭവം ഉഷാറ് സ്ട്രോങ് ആട്ടോ. കാരണം വെള്ളം വന്ന് ലോഡാകുമ്പോൾ ഷട്ടർ പൊക്കാൻ അത്യാവശ്യം നല്ല സ്ട്രെങ്ത് തന്നെ വേണം, അതുകൊണ്ടായിരിക്കാം. എങ്കിലും ഗംഭീര സാധനം. അങ്ങനെ ഡാമിൻ്റെ വ്യൂ എല്ലാം കണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. സോ ഗംഭീരം കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ചാൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ അത്തുക്കൂട്ട് ഉറങ്ങിയിട്ടുണ്ട്, കൂടെ മതി അത്തു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോടാ, അങ്ങനെ അല്ലും എല്ലാം കണ്ട് രസിക്കുന്നുണ്ട്. പക്ഷെ അത്തു ഉറങ്ങിപ്പോയിട്ടാ. അപ്പോൾ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു, പണ്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. വെള്ളമുള്ള സമയത്ത് ബോട്ട് സർവീസ് ഉണ്ട്. ഒയ്യോ, ഞാൻ എൻ്റെ പണ്ട് കുഞ്ഞിലെ ഞാൻ ബോട്ട് സർവീസ് അകത്ത് പോയിട്ടുണ്ടായിരുന്നു, ഡാമിനകത്ത്. അത് ഫുൾ വെള്ളമുള്ള സമയത്ത്. അയ്യോ, മഴക്കാലത്ത് മറക്കില്ല ഞാൻ. ദൈവമേ, ഞാനും എൻ്റെ ചേട്ടനും കൂടി, അത് ചേച്ചിയുടെ ഭർത്താവ് പോയിട്ട് അത് ഞാൻ മറക്കില്ല. അവർക്ക് ബോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാറ്റും മഴയും പെയ്തിട്ട്. ദൈവമേ, ഞാനിപ്പോഴും ആലോചിക്കുന്നു, പേടി വരുന്നത് എനിക്ക്. ഡാമിന് മുകളിൽ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി വന്ന് അവിടെ നിന്ന് കയ്യും കാലം കഴുകിയിട്ട് പോകുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ആകാശ നിരീക്ഷണം കാണാനുള്ള സെറ്റപ്പാണ്. പക്ഷെ അവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും പ്രവേശനമില്ലെന്ന് തോന്നുന്നു. ഈ ഒരു കുഞ്ഞ് ആനക്കോട്ടൻ, അടിപൊളി. താഴോട്ട് വരുമ്പോൾ നല്ല കാറ്റായിരുന്നു ഡാമിൻ്റെ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു 4:30-5 മണി ആകാറായിട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. മൊത്തത്തിലൊരു വെള്ളമില്ലാത്തൊരു ശോചനീയ അവസ്ഥ മാത്രമേ നമുക്കവിടെ ഫീൽ ചെയ്യാനുള്ളൂ. നോക്കി, അടിപൊളി. നമ്മൾ അത്തുകൂട്ടനൊക്കെ ജ്യൂസ് കഴിച്ചു. ഇല്ലടാ, വീട്ടിലാ. ഈ കാണുന്ന സ്റ്റേഷനാണ് റോപ്പ് വേ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മുഖത്തിന് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അല്ലുകുട്ടൻ ഓടി നടക്കുകയാണ്. ഇത് അത്തുക്കുട്ടനെ പ്രവി ജസ്റ്റ് ഒന്ന് മേലൊക്കെ തുടപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വെള്ളമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സൊക്കെ മാറി അത്തുക്കുട്ടനെ അല്ലുക്കുട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അടിപൊളി. ഇത് ഒരു വാൾ പെയിൻറ്റിങ് എല്ലാം കാണട്ടോ. കുറേ ആനയും അണ്ണാനും അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ അവിടെ അത്തുവും പ്രവിയും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ നടത്തം ആരംഭിച്ചിട്ടോ. അപ്പോൾ ഒരു പനയൊക്കെ നോക്കി അല്ലെങ്കിൽ എന്താണ് സംഭവം നോക്കി നടക്കെ വരുന്നുണ്ട്. അടിപൊളി. നല്ല മെയിനായിട്ട് ഇപ്പോൾ ഈറ്റിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഇത് ഗംഭീര കോമഡി കേട്ടോ. ഈ കുളി കണ്ട് പോവുക വെച്ചാൽ നല്ല കുറേ നേരം പറഞ്ഞു, പക്ഷെ പാവം കുളി നിൽക്കില്ലല്ലോ. അടിപൊളി. വീണ്ടും ഞങ്ങൾ അത് പാർക്ക് ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ കുട്ടികളുടെ പാർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ അത്യാവശ്യം നല്ല തണലുള്ള ഏരിയ കേട്ടോ. ഈ മരങ്ങളൊക്കെ നല്ല തളർത്ത് നിൽക്കുന്നുണ്ട്. ചില മരങ്ങളപ്പോൾ ഇങ്ങനെയാണ് തളർത്ത് നിൽക്കുന്ന കാലാവസ്ഥയാണല്ലോ അപ്പോൾ അത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുട്ടികളുടെ പാർക്കിലോട്ട് കയറി. അടിപൊളി. അല്ലോ രക്ഷയില്ലാതെ അങ്ങനെ ചാടി കയറി താറാവിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ താറാവിലാണോ ബൈക്കിലാണോ എനിക്ക് ഡൗട്ടായി, കാരണം അവൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളി എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ഗ്ലൈഡിലോട്ട് പോയി. നമുക്ക് മെയിൻ ഇഷ്ടം ഗ്ലൈഡ് കേട്ടോ. എപ്പോഴും ഊഞ്ഞാലും ഗ്ലൈഡുകളുടെ മെയിൻ ഫേവറേറ്റ്. പക്ഷെ പുള്ളി കയറുന്ന കാണുമ്പോൾ നല്ല പേടിയുണ്ട്. പക്ഷെ എൻ്റെ കൈ സപ്പോർട്ടുകൾ കയറിപ്പോയിട്ടാ. എന്തേലും ചെറുതായിട്ട് ഞാൻ പേടിച്ചിട്ടാ. കായ് ഫ്രണ്ടിൽ പിടിക്കാൻ പറഞ്ഞാ നല്ല കയറണ്ട, സൂക്ഷിച്ച് കയറണം. ഓരോ സ്റ്റെപ്പ് സൂക്ഷിച്ച് ഓ ഞാൻ താഴെ പിടിക്കാൻ വരണോ? ഓ വരാം. വന്നില്ല. അങ്ങനെ കുറേ നേരം പാർക്കിലേക്ക് കളിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നേ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ദിവസം, ഗംഭീരമായി. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ പുഷ്പമേള കഴിഞ്ഞതിൻ്റെ കുറേ അവശേഷിപ്പുകളാണ്. കുറേ അടിപൊളി ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കമ്പി കൊണ്ടും സിമെൻറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച കുറേ അടിപൊളി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. അതിനകത്തോട് കാണാൻ ഒരുപാടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതിൽ നിന്നില്ല. ഒരുപാട് അനിമൽസിൻ്റെ ഒക്കെ ബേർഡ്സിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ അല്ലുവിനെ തീവണ്ടീൻ്റെ മുകളിൽ കയറിക്കണം പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ തിരുത്തി അടിപൊളി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങുകയാണ്. അധികം വൈകാതെ ഞങ്ങൾ ഇറങ്ങി. നിലമ്പൂർ വന്ന സ്നേക്ക് പാർക്കും ഡാമും അല്ല മറ്റൊരു പ്ലേസ് കൂടെ ഉണ്ട്, അക്വേറിയം കൂടി കാണാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയില്ല, സമയമില്ലാത്തതുകൊണ്ട്. ബസ്സിൽ കയറി തിരിച്ച് അങ്ങനെ ബസ് എടുത്തുട്ടോ. എന്താണ് അല്ലു മലമ്പുഴയൊക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് ബസ് കയറുന്നത്.
അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാൾ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയി. പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിട്ടോ. അവിടെ നേരെ അടുത്ത ബസ്സിൽ ചിറ്റൂർ വന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.